ഗാർഗയുടെ നിർണായകമായ പുതിയ നീക്കം രാജ്യമൊന്നടങ്കം ഈ നീക്കത്തെ വീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് മോദി 29-ന് 11 മണിക്ക് വിശദീകരണം നൽകണം എന്നുള്ളപ്പോൾ തന്നെയാണ് ഗാർഗെയും രംഗത്തെത്തുന്നത്. അതായത് മോദിയുമായി കൂടിക്കാഴ്ചക്ക് ഒരുങ്ങുകയാണ് ഗാർഗെ. ചില വിശദീകരണങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ BJPയുടെ തലതൊട്ടപ്പനുമായ മോദിക്ക് നൽകേണ്ടതുണ്ടെന്നേ. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷത്തെ മാനിക്കണം എന്നുള്ള കാര്യം മോദിക്ക് അറിയുകയേയില്ല. അങ്ങനൊന്നും ഇല്ല. അതല്ല ഇപ്പോൾ പറയുന്നത്. പ്രതിപക്ഷത്തെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നത് മോദി തെറ്റിച്ചു. അതിനി അറിയേണ്ടതുണ്ട്. അതും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദ വിവരങ്ങൾ അവരുടെ മുന്നിലേക്ക് നൽകേണ്ടുന്ന അവസ്ഥയിലേക്ക് വരെ അത് മോദിയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. പരമാവധി ക്ലീൻ ചീട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുകയും ആദ്യമൊക്കെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന ഭാവം നടിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും മുട്ടികുത്തിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പത്രിക എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഗാർഗെ ഈ അവസാന ലാപ്പിൽ മോദിയെ കാണണമെന്ന് പറയുന്നത്. വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ മോദി തോന്നിയത് വിളിച്ചു പറയുന്നതും പറയാത്തതും കരുതാത്തതുമായ കാര്യത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് മോദി കാര്യങ്ങളെ വളച്ചൊടിക്കുമ്പോൾ ചിലത് മോദിയെ പഠിപ്പിച്ചേ പറ്റൂ. ഒപ്പം തന്നെ 10 വർഷം ഈ രാജ്യം ഭരിച്ച BJPക്ക് 3-ാം ഊഴത്തിലേക്ക് കടക്കുമ്പോഴും വോട്ട് പെട്ടിയിലാക്കാൻ ആകെ പറയാനുള്ളത് മതവർഗീയത മാത്രമാണോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 2014 തെരഞ്ഞെടുപ്പിനായി 2013 മോദിയെ ഒരു അവതാര പുരുഷനായി BJP അവതരിപ്പിച്ചപ്പോൾ തൊട്ട് BJPക്ക് ഒറ്റ പ്രചാരണ തന്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുസ്ലിം വിരോധമാണ്. ഇപ്പോഴും അത് തന്നെ. എന്നാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം മതമോ വർഗീയതയോ ഒന്നുമല്ലെന്നേ. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ആരോഗ്യരംഗത്തെ പരാധീനതകളൊക്കെയാണ്. അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ അതിനേക്കാൾ മോശമായിട്ട് അത് BJPയും മോദിക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് വികസനം പറഞ്ഞ് വോട്ടുപിടിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് BJPക്ക് അറിയാവുന്നത് കൊണ്ടാണ് പെറ്റുകൂട്ടുന്ന തരം താഴ്ന്ന കഥയിലേക്ക് BJPയും മോദിയും ഒക്കെ നീങ്ങുന്നത്. അതെവിടെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉള്ളത് എന്ന് മോദി കാണിച്ചു കൊടുത്തേ പറ്റൂ. അതിനായിട്ട് കൂടിയാണ് ഗാർഗെ കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്നത്.